ഓൺ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ബൈ ഭൂപേഷ് ഗുപ്ത. അപ്പോൾ ഭൂപേഷ് ഗുപ്ത എന്ന ഇന്ത്യൻ പൊളിറ്റീഷ്യന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന് ഓൺ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഹി ഈസ് ആൻ ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ബോൺ ഇൻ 1914. ഹി വാസ് എ ലീഡർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു ലീഡറാണ് നമ്മുടെ ഭൂപേഷ് ഗുപ്ത. അപ്പോൾ ഈ ഒരു സ്പീച്ചിൽ നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. ഇൻ ഹിസ് സ്പീച്ച് ഇൻ ദ രാജ്യസഭ ഓൺ 1 September 1965 ഓൺ MC ചെഗ്ലാസ് ബിൽ ഇൻട്രൊഡ്യൂസിംഗ് ദ ഇനീഷ്യൽ കൺസെപ്റ്റ് ഓഫ് ദ ജവഹർലാൽ നെഹ്റു ഹി എക്സ്പ്രസസ് ഹിസ് റിസർവേഷൻസ്. അപ്പൊ ഈ സ്പീച്ചിൽ 1965 സെപ്റ്റംബർ 1 MC ചെഗ്ല എന്ന് പറഞ്ഞ മറ്റൊരു MP ഒരു ബില്ല് കൊണ്ടുവരുന്നുണ്ട് പാർലമെന്റിൽ, രാജ്യസഭയിലോട്ട്. അപ്പോൾ ആ ബില്ലിൽ പറയുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അന്ന് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാട്ടോ, JNU ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ബില്ലായിരുന്നു. അപ്പൊ ആ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഭൂപേഷ് ഗുപ്ത ഈ ഒരു പ്രസംഗം നടത്തുന്നത്. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത്, സജഷന്, അതൊക്കെയാണ് പറയുന്നത്. ഹി ഫൈൻഡ്സ് എ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചഗ്ല ആസ് ലാക്കിംഗ് ഇൻ ഇൻസ്പിരേഷൻ. അപ്പൊ ഈ ചഗ്ല കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കൺസെപ്റ്റില് എന്തോ ഇൻസ്പിരേഷന്റെ കുറവുള്ള പോലെ തോന്നും. കാരണം ജവഹർലാൽ നെഹ്റു മരിച്ച ഉടനെ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മ അനശ്വരമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരിക എന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് എന്തോ ഒരു ഇൻസ്പിരേഷൻ കുറവുള്ള പോലെയാണ് നമ്മുടെ ഭൂപേഷ് ഗുപ്തക്ക് തോന്നിയത്. ഗുപ്ത ഡിസ്ക്രൈബ്സ് ദ ബിൽ ആസ് പെഡസ്ട്രിയൻ നമ്മൾ പറയില്ലേ, പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ കാൽനടയാത്രക്കാരെന്നാണ്. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തോ വേറെ ഏതോ ഒരു ഇഴഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ വേണ്ട രീതിയിലല്ലാതെ പോകുന്ന ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. ഹി ഫൈൻഡ്സ് ഇറ്റ് എ വേസ്റ്റ് ഓഫ് ടൈം ടു ഡിസ്കസ് ദ ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് നെഹ്റു വെൻ ദ ഫോക്കസ് ഷുഡ് ബി ഓൺ പെർഫെക്റ്റിംഗ് ദ പ്രൊപ്പോസൽ ഫോർ ദ യൂണിവേഴ്സിറ്റി. അതായത് ഇയാൾ പറഞ്ഞല്ലോ ഒരു കാൽനടയാത്രക്കാരനെ പോലെയാണ് പറയാൻ കാരണം ജവഹർലാൽ നെഹ്റുവിന്റെ ബയോഗ്രഫിക്കൽ സ്കെച്ചാണ് അവിടെ കൂടുതൽ പറയുന്നത്, JNU യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ആ യൂണിവേഴ്സിറ്റി എങ്ങനെയൊക്കെ നടത്തി കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചും അതിന്റെ പെർഫെക്ഷനെ കുറിച്ചും അതിനുള്ള പ്രപ്പോസൽസ് ഒന്നല്ല അവിടെ വരുന്നത്. അതുകൊണ്ടാണ് അയാൾ അതൊരു പെഡസ്ട്രിയൻ എന്ന് വിളിക്കാൻ കാരണം. Gupta, at the outset of his speech, reminds the honorable members of the House that Nehru, a great man by himself, is even otherwise immortal. അപ്പൊ അദ്ദേഹം ആ സ്പീച്ചിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, അവിടുത്തെ മെമ്പേഴ്സിനൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നാൽ മാത്രമേ അനശ്വരമായിട്ട് എന്നെന്നും നിലനിൽക്കൂ എന്നൊന്നുമില്ല. അതായത് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇല്ലെങ്കിൽ പോലും എല്ലാ ആളുകളുടെ മനസ്സിലും എന്നെന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഫ്യൂട്ടൈൽ ടു ഡിസ്കസ് ദ ഇമ്പോർട്ടാലിറ്റി ദാറ്റ് വുഡ് ബി ബെസ്റ്റോവ്ഡ് അപ്പോൺ ഹിം ബൈ നെയിമിംഗ് ദ പ്രപ്പോസ്ഡ് യൂണിവേഴ്സിറ്റി ആസ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അപ്പോൾ അങ്ങനെ ഒരു അനശ്വരതയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ മുന്നോട്ട് വെച്ച ആ യൂണിവേഴ്സിറ്റിന്റെ പേര് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നത് എന്തോ ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് നമ്മുടെ ഭൂപേഷ് ഗുപ്തക്ക് തോന്നിയത്. ഫ്യൂട്ടൈൽ പറഞ്ഞാൽ അതാണ് കേട്ടോ ഉപയോഗശൂന്യമായത്. The famed JNU was structured on the ideas put forward by Bhupesh Gupta. അപ്പൊ നമ്മുടെ ഇപ്പൊ ഉള്ള JNU കുറെ അധികം ഈ ഭൂപേഷ് ഗുപ്തയുടെ കൺസെപ്റ്റിലൊക്കെ അടിയുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ ടെക്സ്റ്റ് നോക്കാം. ഇതൊരു പ്രസംഗമാണ്, നമുക്കറിയാം രാജ്യസഭയിൽ നടത്തുന്ന ഒരു പ്രസംഗമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. മിസ്റ്റർ ചെയർമാൻ, രാജ്യസഭാ ചെയർമാനെ അഭിസംബോധന ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. സോ വി ഹാവ് ഹേർഡ് സം സ്പീച്ചസ് എസ്പെഷ്യലി ഫ്രം ദ കോൺഗ്രസ് ബെഞ്ചസ്. നമ്മളിപ്പോൾ ഒരുപാട് സ്പീച്ചൊക്കെ കേട്ടു, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് ബെഞ്ചിൽ നിന്ന്. ഐ ഡു നോട്ട് തിങ്ക് ഇറ്റ് ഈസ് നെസസറി ടു ടോക്ക് അബൌട്ട് ദിസ് യൂണിവേഴ്സിറ്റി ഇൻ ഓർഡർ ടു സെറ്റിൽ ദ നെയിം ഓഫ് എ പേഴ്സണാലിറ്റി ഇൻ ഹിസ്റ്ററി. അപ്പൊ ചരിത്രത്തിലെ ഒരാളുടെ ആ ഒരു പേര് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. അതിന്റെ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. We are told that the name of Pandit Jawaharlal Nehru would be immortalized by this particular university as though that is how we are going to immortalize him. അപ്പോ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഈ കോൺഗ്രസ് ബെഞ്ചിൽ നിന്ന് ഒരുപാട് പ്രസംഗം കേട്ടു എന്ന് പറയണല്ലോ. അപ്പൊ അവരോട് പറയാണ്
ഓൾറെഡി ഇപ്പൊ പറഞ്ഞത് പ്രകാരം ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിലുള്ള ഒരു യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അദ്ദേഹത്തെ അനശ്വരമാക്കും മീൻസ് എന്നൊന്നും ഓർക്കും, എന്നൊന്നും നിലനിൽക്കും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ആ രീതിയിലാണ് ഓർക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇവര് പറയുന്നത്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും മറക്കില്ല എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അതർവൈസ് അക്കോർഡിംഗ് ടു ദം ഇറ്റ് സീംസ് ടു മീ ഹി വുഡ് നോട്ട് ബി ഇമ്മോർട്ടൽ. അപ്പോൾ ഇനി അഥവാ ഒരു JNU വന്നിട്ടില്ലാച്ചെങ്കിൽ അവര് വിശ്വസിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെ എല്ലാവരും മറക്കുന്നോ അല്ലെങ്കിൽ അനശ്വരമല്ലാതാക്കുന്നോ അങ്ങനെയൊക്കെയാണ് അവര് വിചാരിക്കുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് ആൻ എൻറ്റയർലി റോങ് അപ്രോച്ച്. അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി വന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും ജവഹർലാൽ നെഹ്റുവിനെ ഓർക്കില്ല എന്നുള്ളത് ഒരു റോങ് അപ്രോച്ചാണ്, ഒരു റോങ് കൺസെപ്റ്റ് തന്നെയാണ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ഇഫ് ഹോണറബിൾ മെമ്പേഴ്സ് ടേക്ക് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് എക്സ്പ്രസിംഗ് സർട്ടൻ ഗുഡ് ആൻഡ് നോബിൾ സെന്റിമെന്റ്സ് ഫോർ ദെയർ ലീഡർ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ലീഡർ മരിച്ചതാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ അൺഡൗട്ടഡ്ലി എ വെരി ഗ്രേറ്റ് മാൻ. അപ്പം നമ്മളുടെ ആ ഒരു ഗ്രേറ്റ് മാൻ അവർക്കുള്ള ആ ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് വി ആർ ഹിയർ ഡിസ്കസിംഗ് ദി സ്പെസിഫിക് പ്രൊപ്പോസൽ ഫോർ എ യൂണിവേഴ്സിറ്റി. അപ്പൊ ഇങ്ങനെ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കേണ്ട ഒരു അവസരമല്ല ഇത്. കാരണം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രപ്പോസലാണ്, ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. ആൻഡ് ലെറ്റ് us not try to waste much time on the name itself, although points were made about him. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ടൈം ആ ഒരു പേരിൽ, അതായത് JNU എന്നുള്ള ഒരു പേരിൽ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഓർ ദ ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വാസ് ഡ്രോൺ. അപ്പം ജവഹർലാൽ നെഹ്റുവിന്റെ ആ ഒരു ജീവചരിത്രം വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന് അതിന്റെ പേരിൽ നമുക്ക് ഒരുപാട് സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. വാട്ട് വി ഷുഡ് ഡു ഹിയർ ഈസ്, അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറയണേ, ഈസ് ടു ലുക്ക് അറ്റ് ദ പ്രോബ്ലം ആൻഡ് എക്സാമിൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ബിഫോർ അസ് ഓൺ മെറിറ്റ്സ്. അപ്പൊ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ആ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത്. മാത്രമല്ല എക്സാമിൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ബിഫോർ അസ്, നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ നോക്കി കാണേണ്ടത്, അല്ലാതെ പേരിൽ സമയം കളയല്ല വേണ്ടത്. വി ആർ ഹാവിംഗ് അനദർ യൂണിവേഴ്സിറ്റി ഇൻ ഡൽഹി ആസ് ഇൻഡീഡ് വി ഷുഡ് ഹാവ് ഗോ ടു വൺ മച്ച് ഏർലിയർ. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, വേറെ ഒന്നും കൂടി നമുക്ക് എപ്പോഴോ കിട്ടണമായിരുന്നു എന്ന് പറയാണ്. ഡൽഹീസ് റിക്വയർമെന്റ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആർ നോട്ട് സ്ക്വയർലി മെറ്റ് ആൻഡ് ഡൽഹി സർട്ടൻലി റിസർവ്സ് ടു ബി ഗിവൺ എ യൂണിവേഴ്സിറ്റി ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പം ഇവര് പറയാണ്, നമ്മുടെ ഗുപ്ത പറയാണ്, ഡൽഹിയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളൊന്നും തന്നെ വളരെ നല്ല രീതിയിൽ മീറ്റ് ചെയ്യുന്നില്ല, അതായത് ഒരുപാട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. ഡൽഹി സർട്ടൻലി റിസർവ്സ് ടു ബി ഗിവൺ എ യൂണിവേഴ്സിറ്റി ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ യൂണിവേഴ്സിറ്റി കൂടി ഡൽഹിക്ക് കൊടുക്കേണ്ട ഒരു അത്യാവശ്യകത ഉണ്ട്. ആൻഡ് അറേഞ്ച്മെന്റ്സ് ഫോർ പ്രൊവൈഡിംഗ് ഹയർ എഡ്യൂക്കേഷൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഷുഡ് ഹാവ് ബീൻ മെയ്ഡ്. അപ്പോൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ തക്കവണ്ണമുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ചെയ്യണമായിരുന്നു എന്ന് പറയണം. That was done naturally. People have suffered and our education has suffered here. അപ്പം ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ ഓൾറെഡി അവിടെ ഉള്ളത്, ഇനി ഒന്നും കൂടി വരണം എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ ആവശ്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസം സഫർ ചെയ്യുന്നുണ്ട് എന്നാണ് ഗുപ്ത പറയുന്നത്. മിസ്റ്റർ ചെയർമാൻ, therefore I am happy that Delhi will perhaps have a large scope for higher education in humanities, in science and technology. അപ്പം ചെയർമാനോട് പറയാണ്, ഞാൻ എന്തായാലും ഹാപ്പിയാണ്, ഡൽഹിക്ക് ഒരുപാട് ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, ഇതിലൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. ബട്ട് ഇറ്റ് ഈസ് എ പെഡസ്ട്രിയൻ വേ ഇൻ വിച്ച് ദ ബിൽ ഹാസ് ബീൻ കൺസീവ്ഡ് ബൈ അവർ എസ്റ്റീംഡ് ഫ്രണ്ട് മിസ്റ്റർ ചക്ല. അപ്പോ പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഈ ബില്ല് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു രീതിയാണ് പെഡസ്ട്രിയൻ വേ എന്ന് ഞാൻ പറയുന്നത്. അതായത് വേറൊരു രീതിയിലാണ്, ഒന്നുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് വെക്കണമായിരുന്നു. കാരണം എന്താന്നാ പറയണത്, വൺ ഷുഡ് ഹാവ് തോട്ട് ദാറ്റ് വെൻ യു ആർ ഗിവിംഗ് ദിസ് നെയിം ടു ദിസ് യൂണിവേഴ്സിറ്റി ആൻഡ് അപ്പോ പറയാണ്, ഇനി നമ്മൾ ഇദ്ദേഹത്തിന്റെ പേര് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരാൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആൻഡ് ആർ ബീങ് ഗൈഡഡ് ബൈ സർട്ടൻ സെന്റിമെന്റ്സ് വിച്ച് വുഡ് ബി ചെറിഷ്ഡ് അൺഡൗട്ടഡ്ലി. Honestly, you would have also introduced some new ground in the matter of approach. അപ്പം
ഇത്രയും വലിയൊരാളുടെ പേരാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് നല്ല ആൾസോ ഇൻട്രൊഡ്യൂസ് സം ന്യൂ ഗ്രൗണ്ട് ഇൻ ദ മാറ്റർ ഓഫ് അപ്രോച്ച്. വേറെ നല്ല രീതിയിലുള്ള ആ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, ആ അപ്രോച്ചിൽ വേറെ നല്ല രീതിയിൽ ഒന്നും കൂടെ നമ്മൾ മുന്നോട്ട് വരണം എന്ന് പറയണം. അതായത് ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നു, അദ്ദേഹത്തിന്റെ പേര് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർ ചിന്തിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ യൂണിവേഴ്സിറ്റി എങ്ങനെ കൊണ്ടുവരണം, അതിൽ എന്തൊക്കെ പഠിപ്പിക്കണം, ആര് പഠിക്കണം എന്നതിനെ കുറിച്ചൊന്നും അവർ പറയുന്നില്ല. അതാണ് അതിന്റെ ഒരു അപ്രോച്ച് ശരിയാക്കണം എന്ന് പറഞ്ഞത്. But what we have is just a commonplace legislation which more or less repeats the picture of the universities that we have in our country. അപ്പോൾ നിലവിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആ യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ പോലെ തന്നെ വീണ്ടും ആവർത്തിക്കുന്ന രീതിയിൽ, അതായത് നിലവിലുള്ള സിസ്റ്റം തന്നെ വീണ്ടും ആവർത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ദർ ഈസ് നത്തിങ് പർട്ടിക്കുലർലി ന്യൂ ഇൻ ഇറ്റ്, നത്തിങ് പർട്ടിക്കുലർലി എക്സൈറ്റിംഗ് ഇൻ ഇറ്റ്. അപ്പൊ ഇതിൽ പുതുതായിട്ട് ഒന്നുമില്ല എന്ന് പറയണം. The very first thing that comes to my mind in this connection is for whom we are arranging this education. അദ്ദേഹം പറയാണ്, ഇങ്ങനത്തെ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. യെസ്, ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ, സയന്റിഫിക് എഡ്യൂക്കേഷൻ ആൻഡ് അതർ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഷുഡ് ബി എക്സ്റ്റെൻഡഡ്. അപ്പൊ അയാൾ പറയാണ്, ടെക്നോളജിക്കൽ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ വിദ്യാഭ്യാസ കാര്യങ്ങളും വളരെ വിശാലമാക്കി നമുക്ക് കൊടുക്കണം. വി അഗ്രി, അത് നമ്മൾ എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് പ്രിഫറൻസസ് ഷുഡ് ബി ഗിവൺ സ്പെഷ്യലി വെൻ ഇൻകം ഡിസ്പാരിറ്റീസ് കണ്ടിന്യൂ ഇൻ ദ കൺട്രി ഇൻ എ വെരി സീരിയസ് മാനർ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, പലർക്കും പല രീതിയിലാണ് ഇവിടെ ഇൻകം ഡിസ്പാരിറ്റി, അതായത് ഇൻകം കൊടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ ഇൻകം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ നിലനിൽക്കെ നമ്മൾ ചിലവർക്ക് മുൻഗണന നൽകണം എന്നാണ് പറയുന്നത്. വെൻ വി ഫൈൻഡ് ദാറ്റ് യങ് ബോയ്സ് ആൻഡ് ഗേൾസ് കമ്മിങ് ഫ്രം ദ പൂറർ ക്ലാസസ് ഡു നോട്ട് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ഓർ wherewithal to enter the portals of our university. അപ്പോൾ ഈ പാവപ്പെട്ട ആളുകളിൽ നിന്നും, പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും വരുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും യൂണിവേഴ്സിറ്റിയിലോട്ട് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നാച്ചുറലി ദ ക്വസ്റ്റ്യൻ അറൈസസ് വെദർ ദിസ് യൂണിവേഴ്സിറ്റി ഈസ് ഗോയിങ് ടു ബി ഓപ്പൺ ഫോർ ദം those who do not have enough money or whose families do not have enough money, or whether it is going to be just another one which will be accessible only to the sons and daughters of the rich. അപ്പം ഇവർ പറയണം, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വളരെ പ്രസക്തമാണ്. ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസം ഓപ്പൺ ചെയ്തു കൊടുക്കുമോ, അതായത് അവർക്കോ അവരുടെ ഫാമിലിക്കോ പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസം ഓപ്പൺ ചെയ്തു കൊടുക്കുമോ എന്ന്. അതല്ല, ഇത് മറിച്ച് വെറും പണക്കാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറോ എന്നാ ചോദിക്കുന്നത്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഹാസ് ടു ബി ആൻസേർഡ് ആൻഡ് സെറ്റിൽഡ് ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദോസ് ഹു നീഡ് ദ കെയർ ഓഫ് ദ കൺട്രി മോസ്റ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല ഇതിന് ഉത്തരം പറയേണ്ടത് ഏറ്റവും നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും കൂടുതൽ സേവന ആവശ്യമുള്ള കുറെ ആൾക്കാരുടെ വ്യൂ പോയിന്റിൽ നിന്നാണ്. അതായത് ദോസ് ഹു നീഡ് ദ കെയർ ഓഫ് ദ കൺട്രി മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവർ എന്നർത്ഥം. അപ്പൊ പാവപ്പെട്ടവരുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇതിന് ഉത്തരം നൽകേണ്ടത്. സ്റ്റിൽ വി ടോക്ക് അബൌട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് സോ ഓൺ. അപ്പൊ ഇപ്പോഴും നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചും കേംബ്രിഡ്ജിനെ കുറിച്ചൊക്കെയാണ്. ഐ ഡു നോട്ട് നോ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് പെർഹാപ്സ്. അപ്പോ ഇയാൾ പറയാണ്, എനിക്കറിയില്ല ഇത് എത്ര കാലം എടുക്കുന്നു, എന്തിന് ഈ ഒരു ഓക്സ്ഫോർഡിന്റെയും ഇതിനൊക്കെ മറന്ന് നമ്മളെ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ. അനദർ 5 centuries we will require at this rate in order to forget the Oxford and Cambridge universities. അപ്പം കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ഒക്കെ മറന്ന് നമ്മളെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഒരു 5 പതിറ്റാണ്ട് എടുത്തേക്കാം എന്ന് അദ്ദേഹം പറയാണ്. ഇനി മിസ്റ്റർ ചെയർമാൻ, ലെറ്റ് us നോട്ട് ഗോ ഇൻ ടു ഓൾ ദീസ് തിങ്സ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഓക്സ്ഫോർഡും അതൊന്നും അങ്ങനത്തെ ഇതൊക്കെ ഒന്നല്ല ഇപ്പൊ നമുക്ക് പോകേണ്ടത്. ദീസ് ആർ വെരി പെഡന്റിക്, ഹൈ സൗണ്ടിങ് ആൻഡ് പെർഹാപ്സ് വെരി വെരി അട്രാക്റ്റീവ് ടു ദോസ് പീപ്പിൾ ഹു ഹാവ് ഇൻ ദ കോർണർ ഓഫ് ദെയർ ഹേർട്ട് സ്റ്റിൽ എ ലിങ്കറിംഗ് അഡ്മിറേഷൻ ഫോർ എവറിത്തിങ് ദാറ്റ് ഈസ് ആംഗ്ലോ സാക്സൺ. അപ്പോൾ ഇനി പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ഓക്സ്ഫോർഡിനെയും കേംബ്രിഡ്ജിനെയും കുറിച്ചാണ്. ഇതൊക്കെ വളരെ ഹൈ സൗണ്ടിങ് ആയിട്ട് ചിലർക്കൊക്കെ തോന്നിയേക്കാം. ആർക്ക്, എങ്ങനെയുള്ള ആളുകൾക്ക് ചോദിച്ചാൽ ആംഗ്ലോ സെക്സൺ ഒരു ഇതുള്ളത് എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റേൺ ആയിട്ടുള്ള ഇതിനോട് ഒരു അഡ്മിറേഷൻ ഉള്ള, ഒരു ആരാധനയില്ല. അതായത് ഇപ്പൊ നമുക്കറിയാം ഇതൊക്കെ ഇംഗ്ലണ്ടിലും അവിടെയുള്ള യൂണിവേഴ്സിറ്റികളാണ്. അപ്പൊ അതിനോടൊക്കെ ഉള്ള ഒരു ആരാധനയുള്ള ആളുകൾക്ക് ഇപ്പോഴും ഇതൊരു ഹൈ സൗണ്ടിങ് ആയിട്ടോ എന്തോ വലിയൊരു കാര്യമായിട്ടോ തോന്നിയേക്കാം.
ഐ ആം നോട്ട് വൺ ഓഫ് ദോസ് പീപ്പിൾ. പക്ഷെ ഈ വെസ്റ്റേൺ കാര്യങ്ങളൊക്കെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അതിനോടൊരു അഡ്മിറേഷൻ തോന്നുന്ന ആളുകളിൽ ഒരാളല്ല ഞാൻ. Certainly, there are a lot of things to be got from every country and England is not excluded from them. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ചിലതൊക്കെ നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും. അതായത് അത്രക്ക് നല്ല മാതൃകകൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അതിൽ ഇംഗ്ലണ്ടും പെടും. ബട്ട് why cannot the problems of our universities to be considered from the standpoint of the requirements of our country in the light of the experiences about education in the contemporary world? അപ്പം ഇയാൾ ചോദിക്കാണ്, നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ട്, നമ്മളെ നാട്ടിലെ എഡ്യൂക്കേഷന്റെ രീതികൾക്കനുസരിച്ചിട്ട് എന്തുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ നമുക്ക് ഇത്തെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തുകൂടാ എന്ന് ചോദിക്കാണ്. അതായത് ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റികളെ കണ്ടു പഠിക്കുകയല്ല നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഐ മീൻ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം എന്നർത്ഥം. And I think the contemporary world points to one thing, that and it is this, that the type of educational system that we have in Oxford and Cambridge in modern times, with very high flown expenses and with a different set of values and functions of our people, or any people for that matters, does not meet the requirements of the situation. ഇതിലെല്ലാം അധികവും വലിയ വലിയ സെന്റൻസ് ആയിരിക്കും. നിങ്ങളൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വായിച്ചു നോക്കിട്ടോ. അപ്പൊ അവര് പറയാണ്, ഈ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ ഭയങ്കര ഹൈ എക്സ്പെൻസസും കാര്യങ്ങളുള്ള ഒരു യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ചിലപ്പോൾ വാല്യൂസും അതിന്റെ ഫങ്ഷൻസും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ദീസ് ആർ ഡസ് നോട്ട് മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സിറ്റുവേഷൻ. നമ്മുടെ രാജ്യത്തെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു പാകപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവങ്ങളല്ല ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലൊന്നും ഉള്ളത് എന്നാണ് പറയുന്നത്. That is what I wish to say. Therefore, let us not go into it. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനി കൂടുതൽ അതിലോട്ട് പോകണ്ട. Here, Mr. Chagla should consider for whom the university is intended. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒന്നുകൂടെ കൺസിഡർ ചെയ്യണം ചഗല എന്ന് പറയണം. Why should we like more money to be given to this? അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ഇതിന് കൂടുതൽ പണം നൽകണം? എങ്ങനെയാണെങ്കിൽ ടു ദിസ് വിത്തൗട്ട് എനി അഷുറൻസ്, അത് ഒരിക്കലും അഷ്വർ ചെയ്യില്ല, ഗിവൺ ബൈ ദ ഗവൺമെന്റ് ദാറ്റ് ദിസ് യൂണിവേഴ്സിറ്റി വിൽ പർട്ടിക്കുലർലി കാറ്റർ ടു ദ നീഡ്സ് ഓഫ് ദ പൂറർ ക്ലാസസ് ആൻഡ് പൂറർ പീപ്പിൾ. പാവപ്പെട്ടവരുടെ ആവശ്യങ്ങളൊന്നും അത് നിറവേറ്റുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരുപാട് പണം ഈ യൂണിവേഴ്സിറ്റികൾക്ക് നൽകണം എന്നർത്ഥം. ഓക്കെ. Mr. Chairman, let us not have Cambridge and Oxford and Princeton and Harvards here. ഇപ്പോൾ ചെയർമാനോട് പറയാണ്, ഇവിടെ വേണ്ടത് കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡും ഹാർഡ്വാർഡും ഒന്നല്ല, ഇതൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളാണ്, നിങ്ങൾക്കറിയാലോ. ലെറ്റ് us create universities and colleges that our people need. നമുക്ക് നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റികളാണ് വേണ്ടിയത്. That our developments needs for the remaking of our material and cultural well-being. നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച്, നമ്മുടെ മെറ്റീരിയൽ ബീയിങ്ങിനനുസരിച്ചുള്ള നമ്മളുടെ വികസനത്തിന് വേണ്ടുന്ന രീതിയിലുള്ള കോളേജുകളാണ്, യൂണിവേഴ്സിറ്റികളാണ് നമുക്ക് വേണ്ടത്. That is what I say, and therefore the first thing to ensure that the sons of the working people, the worker, the peasants and the middle classes do have the doors of the universities thrown wide open to them. അതായത് വർക്കിംഗ് പീപ്പിൾ, അതായത് സാധാരണ ജനങ്ങള്, അതുപോലെയുള്ള കർഷകര്, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ മക്കൾക്ക് മുമ്പിൽ നമ്മുടെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ വാതിൽ തുറന്നിടണം എന്നർത്ഥം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് and for that you have to provide not only money but also different outlook. അതാണ് ഫസ്റ്റത്തെ കാര്യം. അതിന് നിങ്ങൾ പൈസ മാത്രം കൊടുത്താൽ പോരാ, നിങ്ങൾക്ക് വേറെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടെ വേണം. മണി മസ്റ്റ് കം. അപ്പോൾ പൈസയൊക്കെ വരും. വി മസ്റ്റ് ഹാവ് സബ്സിഡൈസ്ഡ് എഡ്യൂക്കേഷൻ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിദ്യാഭ്യാസം സബ്സിഡൈസ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസം ഹൈ എക്സ്പെൻസ് അല്ല ഇന്ത്യയിൽ. ഇറ്റ് മസ്റ്റ് ബി ഹൈലി സബ്സിഡൈസ്ഡ് ബിക്കോസ്, അപ്പോൾ അയാൾ പറയാണ് ഇത് ഹൈലി സബ്സിഡൈസ് ചെയ്യണം. അതായത് ഒരുപാട് കുറെയൊക്കെ കുറച്ചുകൂടെ ഒക്കെ സൗജന്യമാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് യു വിൽ ബി മേക്കിംഗ് ആൻഡ് ഇൻ ഇമ്പാർട്ടിംഗ് ഹയർ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ടു ദ പുവറർ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അപ്പൊ പറയണേ, നമ്മളെ ഈ സയന്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനൊക്കെ ഈ പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ പൈസ. ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
they will have been repaid in course of time in creative and even constructive labor which would go to the benefit of the entire society. അപ്പൊ ഭാവിയിൽ സമൂഹത്തിന് മൊത്തം ഗുണമായിട്ടുള്ള രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ലേബറിന്റെ രൂപത്തിൽ ഇതൊക്കെ നമുക്ക് തിരിച്ചു തരും. അതായത് പാവപ്പെട്ടവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ ഭാവിയിൽ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ തിരിച്ചു കിട്ടും. അവർ നല്ലൊരു ജോലിയൊക്കെ ചെയ്തു എന്നർത്ഥം. That is now I viewed this matter. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ആ കാര്യത്തെ നോക്കി കാണുന്നത്. But Mr. Chairman, if the cost of education becomes expensive from Rs 125 to 200, I should like to know how many even of the great officers of the government would be in a position to send their daughters and sons to these universities. അപ്പം ഇയാള് പറയാണ്, ഇനി കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വർദ്ധിക്കുകയാണ് എങ്കിൽ, അതായത് 125 200 ഒക്കെ ആയിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ, ഇത് ഓർക്കണം, ഇത് ജവഹർലാൽ നെഹ്റു മരിച്ച ഉടൻ 1960കളിൽ നടത്തിയ പ്രസംഗമാണ്. അന്നത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇത്രയും രൂപയാക്കുകയാണ് വെച്ചെങ്കിൽ എനിക്കിപ്പോ അറിയണം ഈ നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിൽ ആരൊക്കെ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും. അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പോലും അത്ര രൂപ താങ്ങാൻ കഴിയില്ല എന്നർത്ഥം. ദാറ്റ് ഈസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു നോ. We know of those days when tuition fee in colleges was Rs 10. Now to go to the college one required to spend Rs 30. അപ്പൊ എനിക്കറിയാം, നമുക്കറിയണ കാലഘട്ടത്തിലൊക്കെ 10 രൂപയായിരുന്നു കോളേജിലെ ട്യൂഷൻ ഫീ. പക്ഷെ ഇപ്പൊ 30 രൂപയാണ്. ദാറ്റ് ഈസ് ദ പൊസിഷൻ. ദെൻ വി പേ ദ ട്യൂഷൻ ഫീസ് ആൻഡ് സ്പെൻഡ് ഓൺ ബുക്സ് ആൻഡ് അതർ തിങ്സ്. അപ്പൊ നമുക്ക് ട്യൂഷൻ ഫീ അടക്കണം, ബുക്ക്, മറ്റു കാര്യങ്ങളിലൊക്കെ പൈസ ചെലവഴിക്കണം. Therefore, if Mr. Chagla feels and the honorable members who expressed the good sentiments about Pandit Jawaharlal Nehru feel that he had some socialist ideas and a socialist way of looking at the things. അപ്പം എനിക്ക് പറയാനുള്ളത് ഈ ചഗ്ലനോടും അതുപോലെയുള്ള അവരുടെ മെമ്പേഴ്സിനോടൊക്കെ പറയാനുള്ളത്, ജവഹർലാൽ നെഹ്റുവിന് ഒരു സോഷ്യലിസ്റ്റ് ക്യാരക്ടർ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം സോഷ്യലിസ്റ്റ് ഐഡിയാസ് വിശ്വസിക്കുന്ന, ഒരു സോഷ്യലിസത്തിന്റെ ഭാഗത്തിലൂടെ കാര്യങ്ങൾ നോക്കി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്. ലെറ്റ് ദ എംഫസിസ് ബി ഷിഫ്റ്റഡ് from the upper classes to the classes that are economically at the bottom layers of the society. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പർ ക്ലാസ്സിൽ നിന്നും ലോവർ ക്ലാസ്സിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു മുൻഗണന, നമുക്കൊരു കേന്ദ്രീകരണം കൊണ്ടുവരാം എന്ന് പറയാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് സജഷൻ. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ സജഷൻ. സെക്കൻഡ്ലി, ദ യൂണിവേഴ്സിറ്റി ഷുഡ് ബി റൺ ഓൺ എ ബ്രോഡ് ബേസിസ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഒരു ബ്രോഡ് ബേസിസിൽ മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഐ വുഡ് നോട്ട് ലൈക്ക് ദ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് ടു കം ഇൻ. ദ ഓട്ടോണമി ഷുഡ് ബി കംപ്ലീറ്റ്ലി ഗ്രാൻഡഡ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നതല്ല, മറിച്ച് അതിന് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ സ്വയം ഭരണാധികാരം നിങ്ങൾ കൊടുക്കണം. ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി ആണല്ലോ, അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം ഇതിന്റെ ഭരണം മുന്നോട്ട് പോകേണ്ടത്. ഐ തിങ്ക് we can give autonomy in larger measure to a university of this kind. Since Jawaharlal Nehru's name is associated with it, I feel there should be a faculty which educates the students in the spirit of world power. അപ്പം ജവഹർലാൽ നെഹ്റുവിന്റെ പേര് വെച്ചിട്ടാണല്ലോ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വേൾഡ് പവറിനെ കുറിച്ച്, അതിന്റെ സ്പിരിറ്റിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റി അവിടെ വേണം എന്നുള്ളത്. ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റു രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ലോകത്തിന്റെ ഒരു എന്താ പറയാ സ്പന്ദനം അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതാണ് അങ്ങനെ പറയുന്നത്. നൗ വി ഹാവ് ഗോട്ട് ഓൾ ഫാക്കൽറ്റീസ്. വി വാണ്ട് ദെർഫോർ ഇൻ എ യൂണിവേഴ്സിറ്റി ഓഫ് ദിസ് കൈൻഡ് എ സ്പെഷ്യൽ ഫാക്കൽറ്റി ടു ബി ക്രിയേറ്റഡ് ദാറ്റ് വുഡ് ഇമ്പാർട്ട് ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് വൈഡ് സ്ട്രഗിൾ ഫോർ പീസ്. അപ്പം ഇയാൾ പറയാണ്, ഇപ്പൊ നമുക്ക് എല്ലാ ഫാക്കൽറ്റീസായി, ഇനി നമുക്ക് വേണ്ടത് എന്ത് ചോദിച്ചാല് ഇതുപോലെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യേണ്ട മറ്റൊരു ഫാക്കൽറ്റിയാണ് ഒരു ഫാക്കൽറ്റി വേണം. ദാറ്റ് വുഡ് ഇമ്പാർട്ട് ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് വൈഡ് സ്ട്രഗിൾ ഫോർ പീസ്. അപ്പോൾ ഈ ലോകത്തിന്റെ മൊത്തത്തിൽ, വിശാലമായ അർത്ഥത്തിൽ പറയാണ്, ലോകത്തിൽ മൊത്തത്തിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു സ്പിരിറ്റ് നമ്മുടെ കുട്ടികളിലേക്ക് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പുതിയ ഫാക്കൽറ്റി കൂടി നമുക്ക് വേണം. അതായത് വേൾഡ് പീസിനെ കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റി കൂടി നമുക്ക് വേണം. Because nothing today is so noble and great as that one which teaches our younger generation the struggle that humanity is waging for peace. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ
സമാധാനത്തിന് വേണ്ടിയിട്ട് മനുഷ്യരാശി എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ പുതുതലമുറയെ പഠിപ്പിക്കുന്നത് അത്രത്തോളം നോബിളായിട്ടും മഹത്തായിട്ടും മറ്റൊരു കാര്യവും ഇന്നില്ല എന്നാണ് പറയുന്നത്. Therefore, അതുകൊണ്ട് തന്നെ ദിസ് ഷുഡ് ബി ദർ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം. ലെറ്റ് ദർ ബി എ ന്യൂ ഫാക്കൽറ്റി. അപ്പോൾ ഒരു പുതിയ ഫാക്കൽറ്റി ഉണ്ടായിക്കോട്ടെ. ഷോ സം ഒറിജിനാലിറ്റി. ദർ ആർ ന്യൂ ഫാക്കൽറ്റീസ് ടു ബി ക്രിയേറ്റഡ്. ദാറ്റ് ഈസ് എ മാറ്റർ ഫോർ ദി സെലക്ട് കമ്മിറ്റി ടു കൺസിഡർ. അപ്പോൾ ഈ സെലക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏതൊക്കെ ഫാക്കൽറ്റീസ് വേണം, ആരൊക്കെ എന്തൊക്കെ, അതിനൊക്കെ തീരുമാനിക്കുന്ന കമ്മിറ്റിയാണ്. അപ്പോൾ അത് കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ന് പറയാണ്. മേ ബി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇൻക്ലൂഡ് എവറിത്തിങ് ഇൻ എ ബിൽ. അപ്പോൾ ഇതൊരു ബില്ലിനെ വെച്ചിട്ടാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു ബില്ലിൽ ഇതെല്ലാം ഉൾപ്പെടുത്താൻ കഴിയണമെന്നില്ല. ബട്ട് an indication should be there. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു സൂചനകൾ വേണം. ദാറ്റ് ഈസ് വാട്ട് ഐ സേ. അതാണ് എനിക്ക് പറയാനുള്ളത്. Then, Mr. Chairman, I should also like this university to educate students in various matters. അപ്പൊ ഇനി അയാൾ പറയാണ് ഇവിടുത്തെ കുട്ടികളെ പല രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം. എങ്ങനത്തെ കാര്യങ്ങളാണെന്ന് പറയുന്നത്. കണക്റ്റഡ് വിത്ത് ഡെവലപ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഡെമോക്രസി ഇൻ ദ കൺട്രി. രാജ്യത്തിലെ ജനാധിപത്യ സമ്പ്രദായത്തെക്കുറിച്ച്, ജനാധിപത്യ രീതികളെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസം. ദിസ് ഷുഡ് ബി എ സ്പെഷ്യൽ സബ്ജക്ട്. അപ്പോൾ ജനാധിപത്യവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു സ്പെഷ്യൽ സബ്ജക്ട് തന്നെ വെക്കണം. ഇറ്റ് ഷുഡ് ബി ദർ ഇൻ അതർ യൂണിവേഴ്സിറ്റീസ് ഓൾസോ. അത് JNUവിൽ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും വേണം. സർ, മെനി നെയിംസ് ആർ ടേക്കൺ ഹിയർ. വി ഫൈൻഡ് സ്പെഷ്യൽ ഫാക്കൽറ്റീസ് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ ആർ ബ്രോട്ട് ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഓർഡർ ടു എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ ഇൻ സ്പെഷ്യൽ ബ്രാഞ്ചസ് ഓഫ് ലേണിംഗ് സോ ദാറ്റ് സ്റ്റുഡൻസ് മേ ബിക്കം യൂസ്ഫുൾ enlightened citizens when they are educated in world affairs and the affairs of the state. അപ്പൊ ഇദ്ദേഹം പറയാണ് ചില സമയങ്ങളിൽ സ്പെഷ്യൽ ഫാക്കൽറ്റീസ് ഒക്കെ നമുക്ക് ചില സമയങ്ങളിൽ കൊണ്ടുവരേണ്ടി വരും. സ്പെഷ്യൽ ബ്രാഞ്ചസ് ഓഫ് അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കുട്ടികളെ സ്പെഷ്യൽ ബ്രാഞ്ചസ് ഓഫ് ലേണിംഗിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് വെച്ചെങ്കിൽ കുട്ടികളൊക്കെ നല്ല എൻലൈറ്റഡ് ആയിട്ടുള്ള പൗരന്മാരായി മാറിയിട്ട് ലോക കാര്യങ്ങളിലും എല്ലാം തന്നെ, രാഷ്ട്രത്തിന്റെ മറ്റു നിയന്ത്രണ കാര്യങ്ങളിലെല്ലാം തന്നെ അവർക്ക് ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ പറ്റും. Therefore, I say such suggestions should also be considered. അതുകൊണ്ട് അതൊക്കെ നോക്കണം. സം ഹോണറബിൾ മെമ്പേഴ്സ് ടാക്ക്ഡ് അബൌട്ട് സ്റ്റുഡന്റ് ഇൻഡിസിപ്ലിൻ. ഇനി പറയാണ് ആരൊക്കെ ഇവിടെ കുട്ടികളുടെ അച്ചടക്ക ഇല്ലായ്മയെ കുറിച്ചൊക്കെ സംസാരിച്ചു. സോ വി ആർ എൽഡർ പീപ്പിൾ. നമ്മളൊക്കെ മുതിർന്ന ആളുകളാണ്. Therefore, we can talk about student indiscipline. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കാൻ ചെറിയ കുട്ടികൾ അങ്ങനെയാണ്, ചെറിയ കുട്ടികൾ ഇങ്ങനെയാണെന്നൊക്കെ. But, Mr. Chairman, let us look at the ruling class and at the elders in the parliament, particular state from which Pandit Jawaharlal Nehru came. അപ്പൊ ഇനി അദ്ദേഹം പറയാണ്, ചെഗ്ലനോട് പറയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഭരണകർത്താക്കളെ തന്നെ നോക്കൂ. മാത്രമല്ല ജവഹർലാൽ നെഹ്റുവിന്റെ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ഇവിടെ, അവരെ, അതായത് ഈ MP-മാരെയൊക്കെ നോക്കൂ. ഐ സീ ദ ഗ്രേറ്റസ്റ്റ് ഇൻഡിസിപ്ലിൻ ഗോയിങ് ഓൺ എമംഗ് ദോസ് ടീച്ചിങ് അബൌട്ട് ഡിസിപ്ലിൻ ടു ദ സ്റ്റുഡൻസ്. അതായത് നിങ്ങളിപ്പോൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ കുട്ടികൾക്ക് അച്ചടക്കം വേണമെന്ന്, നിങ്ങളുടെ ഇടയിലാണ് യഥാർത്ഥത്തിലുള്ള അച്ചടക്കം ഇല്ലായ്മ എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് UP. വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? അപ്പൊ അദ്ദേഹം UP എക്സാമ്പിൾ ആക്കിയിട്ട് പറയാണ് അവിടെ അച്ചടക്കം ഇല്ലാന്ന്. എമംഗ് ദ ലീഡേഴ്സ്, ആസ് യു നോ, ദേ ടാക്ക് ഗ്ലിബ്ലി അബൌട്ട് സ്റ്റുഡന്റ് ഇൻഡിസിപ്ലിൻ. അപ്പോൾ അവർ തമ്മിൽ ലീഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ഈ കുട്ടികളുടെ അച്ചടക്കം ഇല്ലായ്മയെ കുറിച്ചൊക്കെ സംസാരിക്കും. പക്ഷെ സർ, ബൈ ആൻഡ് ലാർജ് ഐ ഡു മെയിൻറ്റെയിൻ ദാറ്റ് അവർ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റീസ് ഇൻ അതർ കൺട്രീസ് ഓൾസോ ആൻഡ് വി ഷുഡ് ഹാവ് നോ ഹെസിറ്റേഷൻ ഇൻ എക്സ്റ്റെൻഡിങ് ദ സ്റ്റുഡൻസ് ടു ദ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി in other countries also, and we should have no hesitation in extending to the student community as a whole our best feelings and deep appreciation of the manner in which they conduct themselves. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഇനി മറ്റുള്ള രാജ്യങ്ങളിലെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അവരുടെയൊക്കെ മുമ്പിൽ നല്ല രീതിയിൽ അവരെ അപ്രീസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർ നല്ല രീതിയിലാണ് കണ്ടക്ട് ദംസെൽസ് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറയാണ്. ദർ വിൽ ബി സം ബാഡ് പീപ്പിൾ. പക്ഷെ എന്തൊക്കെ ആയാലും ചില സമയത്ത് അവിടെ കുറച്ച് ബാഡ് പീപ്പിൾ ഉണ്ടാവും. ആൻഡ് വേർ ദർ ആർ നോട്ട് ബാഡ് പീപ്പിൾ ഐ ഷുഡ് ലൈക്ക് ടു നോ. ഇനി ഒരു സ്ഥലത്തും ബാഡ് പീപ്പിൾ ആയിട്ടുള്ള ആളുകളില്ല, അതായത് ഒരു സ്ഥലത്ത് ബാഡ് പീപ്പിളേ ഇല്ല എങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരുമോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് വെച്ചെങ്കിൽ എന്ന് പറയണത്. If you take the percentages, you will find much a higher percentage of the bad people in the treasury benches than any college or university in the country. ഇനി ഈ ബാഡ് പീപ്പിളിന്റെ പെർസെന്റേജ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് പറയാൻ കഴിയും, ഈ നമ്മുടെ കോളേജിലെയോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിന്റെയോ കാര്യത്തിനെയും കാട്ടിലും ഏറ്റവും കൂടുതൽ ബാഡ് പീപ്പിൾ കാണാൻ പറ്റുന്നത് നമ്മുടെ ട്രഷറി ബെഞ്ചിലാണ്. ട്രഷറി ബെഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമ്മുടെ ഫിനാൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നാണ്. അതായത് നമ്മുടെ ഭരണകർത്താക്കൾക്കിടയിൽ തന്നെയാണ് എന്നർത്ഥം.
സോ therefore let us not talk about this business. അപ്പൊ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട. സർ, സ്റ്റുഡൻസ് ഷുഡ് ഹാവ് ഐഡിയൽസ് ബിഫോർ ദം. കുട്ടികളുടെ മുമ്പിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ഐഡിയൽസ് വേണം, എന്തെങ്കിലും ഒരു മാതൃക, അതല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ പോകണം എന്നുള്ളൊരു ഒരു എന്താ പറയാ മോഡൽ വേണം. ഐ ഷുഡ് ലൈക്ക് ദിസ് യൂണിവേഴ്സിറ്റി ടു ഹാവ് എ ക്ലിയർ ഫാക്കൽറ്റി ഐ മെയിൻറ്റെയിൻ ഫോർ ദ സ്റ്റഡീസ് ഓഫ് സയന്റിഫിക് സോഷ്യലിസം. ഇനി ശാസ്ത്രീയ സോഷ്യലിസത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഫാക്കൽറ്റി വേണം യൂണിവേഴ്സിറ്റിയിൽ എന്ന് ഞാൻ പറയുന്നു. ആൻഡ് വൈ ഷുഡ് ഇറ്റ് നോട്ട് ബി ദോ? അത് എന്തുകൊണ്ട് അവിടെ പറ്റില്ല? അതല്ല, എന്തായാലും അവിടെ വേണം. കാരണം എവരിബഡി ടോക്സ് അബൌട്ട് സോഷ്യലിസം. എല്ലാവരും ഈ സമയത്ത് സോഷ്യലിസ്റ്റെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മിസ്റ്റർ S.K. പാട്ടീൽ, മിസ്റ്റർ J.D. ബിർള, മിസ്റ്റർ J.R.D., മിസ്റ്റർ അങ്ങനെ ഒരുപാട് ആൾക്കാരെ കുറിച്ച് അവരൊക്കെ ഇപ്പോൾ സോഷ്യലിസ്റ്റെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മിസ്റ്റർ ഹരിദാസ് മന്ദൂര ടോക്സ് അബൌട്ട് സോഷ്യലിസം വെൻ ഹി ഗീവ്സ് മണി ടു എ പെർട്ടിക്കുലർ ഇലക്ഷൻ ഫണ്ട്. ഇനി ഈ ഹരിദാസ് മന്ദൂര ആയിക്കോട്ടെ, ചില സമയത്തൊക്കെ ഇലക്ഷൻ ഫണ്ടിലോട്ട് കൊടുക്കുന്ന സമയത്തും അദ്ദേഹം എന്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്? സോഷ്യലിസത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എവരിബഡി ദീസ് ഡേയ്സ് ടോക്സ് അബൌട്ട് സോഷ്യലിസം. എല്ലാവരും സോഷ്യലിസ്റ്റെ കുറിച്ച് ദിവസങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. ബട്ട് വൺ ഡസ് നോട്ട് നോ വാട്ട് ഇറ്റ് ഈസ്. പക്ഷെ ഒരാൾക്കും അറിയില്ല വാട്ട് ഈസ് സോഷ്യലിസം, എന്താണ് സോഷ്യലിസം എന്ന് ഒരാൾക്കും അറിയില്ല. സോ ദർ ഷുഡ് ബി ഫാക്കൽറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് സയന്റിഫിക് സോഷ്യലിസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്ത് വേണം, സയന്റിഫിക് സോഷ്യലിസ്റ്റിന്റെ ഒരു പഠന വിഭാഗം തന്നെ വേണം. I know in the postgraduate courses Marxism is taught, but books are always from United States of America, which display no knowledge of Marxism at all. അപ്പോൾ എനിക്കറിയാം ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസുകളൊക്കെ, അതായത് PG ക്ലാസ്സുകളിലൊക്കെ മാർക്സിസം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പുസ്തകങ്ങളൊക്കെ എവിടുന്നാണ്? USA എന്നാണ്, അമേരിക്കയിൽ നിന്നാണ്. അതാണെങ്കിൽ കണ്ടാൽ തോന്നും അത് മാർക്സിസമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പുസ്തകങ്ങളും. Therefore, Mr. Chairman, അതുകൊണ്ട് തന്നെ ചെയർമാനോട് പറയാണ്, ഐ ഷുഡ് ലൈക്ക് എ ഫാക്കൽറ്റി ടു ബി ക്രിയേറ്റഡ് ടു ഇമ്പാർട്ട് എ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഓഫ് ദിസ് കൈൻഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള എഡ്യൂക്കേഷന്റെ കാര്യത്തിലും നല്ല രീതിയിൽ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഫാക്കൽറ്റി വേണമെന്ന് ഞാൻ പറയുന്നു. As far as other things are concerned, I do not wish to say anything because we will have another chance, I believe, when the things come back from the select committee. അപ്പൊ ഇനി മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. സെലക്ട് കമ്മിറ്റിയിൽ നിന്ന് തിരിച്ച് ഇത് ഇങ്ങോട്ട് വീണ്ടും ചർച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് പറയാമെന്ന് പറയാണ്. ബട്ട് ഐ തിങ്ക് ദ പൂർ ഷുഡ് ബി കെപ്റ്റ് ഇൻ വ്യൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാവങ്ങളുടെ കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം. നോബിൾ ഐഡിയ ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. നേരത്തെ പറഞ്ഞ പോലെ കുറെ മഹത്തായ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. ആൻഡ് certainly when parliament has declared for the establishment of what they call socialist state, socialism should be studied as a special subject as it prevails in this country in this particular university. അപ്പൊ അദ്ദേഹം പറയാണ്, നമ്മുടെ രാജ്യം പാർലമെന്റ് ഇപ്പൊ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു സോഷ്യലിസ്റ്റ് രാഷ്ട്രം നിർമ്മിക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഈ സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബ്രാഞ്ചായിട്ട്, ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുക തന്നെ വേണം ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ.